ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഗോയിങ് ടു സിംഗപ്പൂർ. അമ്മ അവിടെ ഒന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് വിസിറ്റിങ്ങിൽ. ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അനിയൻ പോയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഓൾറെഡി ഒരു പാസ്പോർട്ട് ഫുള്ള് കഴിഞ്ഞു. ഇത് സെക്കൻഡ് പാസ്പോർട്ടാണ്. ഇതിലെങ്കിലും ഒരു സീല് വേണം എന്നുള്ളൊരു വാശിക്ക് അമ്മയ്ക്ക് പാസ്പോർട്ട് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അമ്മ വിസ അടിച്ചു. വേഗം തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു. ഇതിപ്പം ബാഗേജും കാര്യങ്ങളും എല്ലാം വെയിറ്റും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യണമായിരുന്നു. എനിക്ക് 20 kg ആണ് അമ്മ ഇട്ടിരുന്നത് അങ്ങോട്ടേക്ക്. പക്ഷേ എനിക്ക് 22 kg ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ടൈം പോകുന്നതിൻ്റെ വിസിറ്റിങ്ങിൻ്റെ കുറച്ച് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഒരു ഓൾമോസ്റ്റ് 10:30 ആയപ്പോഴേക്കും ഞാൻ മേളിൽ പോയി. എനിക്ക് ഗേറ്റ് 1-ലായിരുന്നു എൻ്റെ ഫ്ലൈറ്റ്. സ്കൂട്ടാണ്. അവിടെ വന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കിനും ബ്രദറിനെ വിളിച്ചു. ബ്രദറും വൈഫും പിന്നെ നമ്മുടെ ഒരു അനിയനും കൂടിയാണ് വന്നത്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു, ഇനിയിപ്പോൾ പരിപാടീസ് എല്ലാം കഴിഞ്ഞു, ഞാൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്, ഞാൻ ഓക്കെയാണ്, നിങ്ങൾ വിട്ടോ, ഇനിയിപ്പോൾ ലേറ്റ് ആക്കണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്രണ്ടിൽ പോകുന്നത് കേട്ടോ, സൂരജ് അങ്കിൾ. പുള്ളി എന്താ പറയുക, ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വന്ന് ചെക്കിങ്ങിന് നിന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അങ്കിൾ ഞാൻ ഫസ്റ്റ് ടൈമാണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പക്ഷേ എന്തോ പുള്ളിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടി ഓസ്ട്രേലിയയിലാണ്. ഗ്രാജുവേഷൻ ഡേക്ക് വേണ്ടിയിട്ട് കണക്ഷൻ ഫ്ലൈറ്റാണ്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈം ആയത് കാരണം വലത് കാലൊക്കെ എടുത്ത് വെച്ചിട്ടോ ഫ്ലൈറ്റിൽ കയറുന്നത്. നിൽക്കണത് ഈ പുള്ളി ഉണ്ടല്ലോ, ഈ കയറിയപ്പോഴേ അമ്മടുത്തൊന്നും ഒരു ഹൈ പറഞ്ഞില്ല. അതേപോലെ ഇറങ്ങുന്ന ടൈമിലും താങ്ക് യു ഒന്നും പറഞ്ഞില്ല. എന്തോ എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പിന്നെ കയറിയപ്പോഴേക്കും ഞാൻ ഫുൾ സെറ്റായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് തണുപ്പടിക്കാൻ പറ്റില്ല. ഇപ്പം റീസെൻ്റ്ലി എനിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ കൂടുതലായിരുന്നു. അങ്ങനെയെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടാണ് വന്നത്. അപ്പം ഞാൻ ഫുള്ള് സെറ്റായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പെടലി ഒന്ന് ഉളുക്കി. അതുകൊണ്ട് ഞാൻ തണുപ്പിച്ച് അത് ഫുള്ള് സീനാക്കി. ഞാൻ ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴൊരു പ്രശ്നം ഉണ്ടാവും നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ഫ്ലൈ ആയപ്പോഴൊന്നും തോന്നിയില്ല. ഇടയ്ക്ക് ലൈറ്റ് ഇട്ട് ഫ്ലൈറ്റ് ഫ്ലൈ ആയിക്കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ലൈറ്റൊക്കെ ഇടും കേട്ടോ. എല്ലാവർക്കും ആവശ്യമുള്ള ഫുഡ് കാര്യങ്ങൾ, വാട്ടർ, അതൊക്കെ. ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് കയറിയത്. പിന്നെ ഇടയ്ക്കൊരു 2:30 ഒക്കെ ആയപ്പോൾ നല്ല ഉറങ്ങി വന്ന സമയത്ത് ഫ്ലൈറ്റിന് എന്തോ കട്ടറി കയറുന്നോ ഒന്ന് താഴേക്ക് പോയിട്ട് ഒരു ഒറ്റ പൊങ്ങിയപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയി. ഞാൻ ടെൻഷനായി. അതാണ് ഞാൻ ആക്ച്വലി ടെൻഷനായത്. കണ്ടില്ലേ, ഞാൻ ഒരു സൈഡിലോട്ട് തല വെച്ചാണ്. എനിക്കെന്തോ ഒരു തല കറങ്ങണ പോലെ ഫീലായി. സിംഗപ്പൂർ എത്തിയെന്ന് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. താഴെ നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാട്ടോ വിൻഡോ സീറ്റ് മനഃപൂർവ്വം ഞാൻ എൻ്റെ അടുത്തിരുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട്, ഫസ്റ്റ് ടൈമാണ് വിസിറ്റിങ്ങിന് പോവുകയാണെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിയത്. എനിക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയത്. ഇതൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. അമ്മയും അങ്കിളും കൂടി കേട്ടോ എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കായിരുന്നു ഫുള്ള് ടെൻഷൻ. മോൻ എങ്ങനെയാണ് വരിക. പുറത്തൊക്കെ പഠിക്കാൻ പോയതും കൂട്ടുകാരായിട്ടൊന്നും വലിയ കണക്ഷൻ ഇല്ലായിരുന്നു. ഒറ്റയ്ക്കാണ് പോയതും വന്നതും. അത് കാരണം എനിക്ക് എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകാനൊക്കെ വലിയ ടെൻഷനൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എങ്ങനെയായാലും ഞാൻ അവിടെ എത്തിയിരിക്കും, ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞാൻ വന്നിരിക്കും. ഇറങ്ങിയ ഉടനെ വൈഫൈ കണക്ട് ചെയ്ത് വിളിച്ചപ്പോഴേക്കും അമ്മ അന്താളിച്ചു പോയി. എൻ്റെ കുഞ്ഞെന്നെ വിളിച്ചല്ലോ, എങ്ങനെ പറ്റിയ. ഇത് അങ്കിളാണ് കേട്ടോ, അങ്കിളും കൂടിയാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. പിന്നെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അനിയനെ വിളിച്ച് പറഞ്ഞു, മെസ്സേജ് അയച്ചിട്ടിരുന്നു. നമ്മുടെ നാട്ടിലെ ഇവിടെ ആയിട്ട് 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇവിടെ കൂടുതലാണ്. ഞാനിവിടുത്തെ 6:15 ആയപ്പോഴേക്കും ലാൻഡായി. അപ്പം നമ്മുടെ നാട്ടിലൊരു 3:30 ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെന്താ, അങ്കിൾ വണ്ടി എടുത്തു, ഞങ്ങളിതേ പോവാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു. ഫസ്റ്റ് ടൈമാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇടാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള സിംഗപ്പൂരിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടാം കേട്ടോ.